കേരള സദ്യ എല്ലാവരെയും കൊതിപ്പിക്കുന്ന ഒരു സാധനമാണ് മക്കളെ. ഇഞ്ചി മുതൽ കാലൻ ഓലം വരെ നിൽക്കും. ഇത് വിളിക്കാൻ സദ്യയാണെങ്കിൽ അതിനെക്കാട്ടിയും ടേസ്റ്റ് കൊടുക്കട്ടെ. കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ MGയിലാണ് പഠിച്ചത്. അവിടെ മലർവാടിയും മാധവൻ തമ്പിയും പിന്നെ ഇനി പറയേണ്ട ബിഷപ്പ് പെരേര ഹാളിൽ വരെ കഴിക്കാൻ പോയിട്ടുണ്ട്. നിങ്ങളും പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എത്ര ആൾക്കാർ എവിടെയെല്ലാം പോയിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, 2 കൂട്ടം പായസവും വന്നു. വയറ് നിറഞ്ഞു. ആദ്യം പരിപ്പ് വന്നു, പരിപ്പിൻ്റെ കൂടെ നെയ്യൊഴിച്ചു. നെയ്യൊഴിച്ചാൽ പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പപ്പടം ഇങ്ങനെ പതുക്കെ പൊട്ടിക്കുക. പരിപ്പിൻ്റെ കൂടെ നെയ്യിൻ്റെ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ആ കൂട്ടുകറി കൂടെ എടുത്തൊന്ന് ഇങ്ങനെ കുഴച്ചെടുത്ത് വായിലോട്ട് വെക്കണം. വേറെ ലെവൽ സാധനം. ഊണിനെ പറ്റിയ അഭിപ്രായം അപ്പുറത്തൊന്ന് ചോദിക്കുക. പിന്നെ സാമ്പാറിൻ്റെ കൂടെ അവിയൽ കൂടെ എടുത്തൊന്ന് കുഴച്ചിട്ട് ഒന്ന് പിടിക്കുക. പിന്നെ അടപ്രഥമൻ്റെ കൂടെ പപ്പടം കൂടെ ഞവടി എടുത്താലോ വേറെ ലെവൽ ടേസ്റ്റ് കൂടെ ആകും. പരിപ്പ് പ്രഥമൻ്റെ കൂടെ പഴം കൂടെ ഞവടുക. പിന്നെ ബോളിയും സേമിയ പായസവും അതും കഴിച്ച ശേഷം പുളിശ്ശേരി കൂട്ടി ഒന്ന് ചോറ് കഴിച്ച ശേഷം രസവും മോരും കൂടെ കഴിച്ച് എല്ലാം നമ്മളടുത്തോട്ട് മടക്കും. കാരണം സദ്യ ഇഷ്ടമായെന്ന് അർത്ഥം. എല്ലാവർക്കും അർത്ഥമൊക്കെ പറഞ്ഞപ്പോൾ അവരെല്ലാം മടക്കി കേട്ടോ ഇങ്ങോട്ട്. പിന്നെ ഒരു കൂടിയാലോചനയാണ്. കയ്യിലുള്ള പൈസ എടുത്ത് ചെറുത് മേടിച്ചിട്ട് കല്യാണം ഒന്ന് അടിച്ചു പൊളിക്കുക. ഏതായാലും ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ കല്യാണം. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ്. അപ്പം നിങ്ങളുടെ നാട്ടിലുള്ള കല്യാണ വിശേഷങ്ങൾ ഒന്ന് പങ്കുവയ്ക്കുക. ഫോട്ടോ എടുത്ത് പതുക്കെ വീട്ടിലോട്ട് ഗമിച്ചു.